നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് റോൾ ഓഫ് എൻ എഞ്ചിനീയർ ആണ് അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എഞ്ചിനീയർക്ക് എന്തറിയണം? വാട്ടർ ഡിമാൻഡ് അറിയണം, വാട്ടറിന്റെ അവൈലബിലിറ്റിയും അറിയണം. ഇനി നമ്മൾ എങ്ങനെ ഈ വാട്ടർ ഡിമാൻഡ് കണ്ടുപിടിക്കും? നമുക്കിപ്പോ പ്ലെന്റി ഓഫ് വാട്ടർ അവൈലബിൾ ആണെന്ന് വെച്ചോ, നമുക്ക് നല്ലൊരു റിവർ സൈഡ് കൂടെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റിസർവോയർ ഉണ്ട് നമ്മളെ കയ്യില്. അപ്പം അതിനനുസരിച്ച് അപ്പൊ വെള്ളം ഒരുപാട് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് എന്തറിയണം? വാട്ടർ ഡിമാൻഡ് എത്രയാണെന്നുള്ളത് അറിയണം. അപ്പൊ നമ്മൾ വാട്ടർ ഡിമാൻഡിന്റെ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ അറിയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ ഒരു വാട്ടർ ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ. അത് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കൺസംഷൻ റേറ്റ്. വാട്ടർ കൺസംഷൻ റേറ്റ് നമുക്കറിയണം. വാട്ടർ കൺസംഷൻ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് പെർ ക്യാപിറ്റ ഡിമാൻഡ് ഇൻ ലിറ്റേഴ്സ് പെർ ഡേ പെർ ഹെഡ്. അതായത് ഒരാൾക്ക് ഒരു ദിവസം വേണ്ട വെള്ളത്തിന്റെ അളവ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതാണ് പെർ ക്യാപിറ്റ ഡിമാൻഡ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് പെർ ക്യാപിറ്റ ഡിമാൻഡ്. രണ്ടാമതായിട്ട് നമുക്ക് അറിയേണ്ടത് എത്ര പോപ്പുലേഷനിലേക്ക്, അതായത് എത്ര പേരിലേക്കാണ് ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ രണ്ട് ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ? ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു പെർ ക്യാപിറ്റ ഡിമാൻഡ് ഇൻടു പോപ്പുലേഷൻ. അതായത് ഡയറക്റ്റ് നമുക്ക് പെർ ക്യാപിറ്റ ഡിമാൻഡ് കിട്ടി, അതിനകത്തുനിന്ന് പോപ്പുലേഷനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമുക്ക് കിട്ടും. ഇനി while designing a water supply scheme, following data are required. നമുക്ക് ഈ പെർ ക്യാപിറ്റ ഡിമാൻഡ് കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു റിക്വയർമെന്റ് ഉണ്ടാവുമല്ലോ അല്ലെ. പോപ്പുലേഷൻ നമുക്ക് അറിയണമെങ്കിൽ കുറെ കാര്യങ്ങൾ, ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം? അതിൽ ഫസ്റ്റ് വണ്ണാണ് ദ ടോട്ടൽ ആനുവൽ വോളിയം ക്യാപിറ്റൽ ബി ഇൻ ലിറ്റേഴ്സ് ഓർ ഇൻ മില്യൺ ലിറ്റേഴ്സ്. അതായത് ഒരു കൊല്ലത്തേക്ക് നമുക്ക് വേണ്ട ടോട്ടൽ വോളിയം കിട്ടണം. ഈ ടോട്ടൽ വോളിയം കിട്ടുമ്പോഴാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ. നമുക്കിപ്പം സപ്പോസ് ഒരു റിസർവോയർ ആണ് നമ്മളെ വാട്ടർ സോഴ്സ് ആയിട്ടുള്ളതെങ്കിൽ ആ റിസർവോയറിന്റെ കപ്പാസിറ്റിക്ക് എത്രയാണോ അതിപ്പം ചിലപ്പോൾ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് നല്ല മഴയില്ലാത്ത സമയമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വാട്ടർ ഡിമാൻഡിനനുസരിച്ച് അതിനകത്ത് സ്റ്റോറേജ് കൂട്ടി വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചില സമയത്ത് ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു വിടുകയും അല്ലാത്ത സമയത്ത് ഷട്ടറുകൾ അടച്ചു വെക്കുകയും ചെയ്യുന്നത്. അതായത് നമുക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പോൾ ടോട്ടൽ ആനുവൽ വോളിയം നമുക്ക് അറിഞ്ഞിരിക്കണം. രണ്ടാമത് അറിയേണ്ടത് പെർ ക്യാപിറ്റ ഡിമാൻഡ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണെന്നുള്ളത്. പിന്നെ അറിയേണ്ടത് ആനുവൽ ആവറേജ് റേറ്റ് ഓഫ് ഡ്രാഫ്റ്റ് ഇൻ ലിറ്റേഴ്സ് പെർ ഡേ ആണ്. അതായത് നമുക്ക് ടോട്ടൽ ആനുവൽ വോളിയം നമുക്ക് കിട്ടി ക്യാപിറ്റൽ വി. അപ്പൊ ആ ക്യാപിറ്റൽ വി കിട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഡിവൈഡഡ് ബൈ 365 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ആവറേജ് റേറ്റ് ഓഫ് ഡ്രാഫ്റ്റ് നമുക്ക് കിട്ടും. അത് കിട്ടുന്നത് ലിറ്റേഴ്സ് പെർ ഡേ ആണ്. ഇതിന്റെയൊക്കെ യൂണിറ്റ് നമ്മൾ നോക്കി വെക്കണേ. പിന്നെ ഉള്ളത് നമുക്ക് ഫോർത്ത് ആയിട്ട് അറിയേണ്ടത് ആവറേജ് റേറ്റ് ഓഫ് ഡ്രാഫ്റ്റ് പെർ സർവീസ്. അതായത് നമുക്കിപ്പം ഒരു ദിവസത്തേക്കുള്ളത് നമുക്ക് കിട്ടി ആനുവൽ ആവറേജ് റേറ്റ് ഓഫ് ഡ്രാഫ്റ്റ്. അപ്പം അതിനെ നമ്പർ ഓഫ് സർവീസസ്, അതായത് സർവീസസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വീട്ടിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു സർവീസ് ലൈനാണ്. ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു സർവീസ് ലൈനാണ്. നമ്മളെ കോളേജിന്റെ ഹോസ്റ്റലിലേക്ക് ഒരു കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതൊരു സർവീസ് ലൈനാണ്. അപ്പം അങ്ങനെയുള്ള സർവീസസ്, നമ്പർ ഓഫ് സർവീസസ് എത്രയാണോ അതിനെ കൊണ്ട് ഈ ആനുവൽ ആവറേജ് റേറ്റ് ഓഫ് ഡ്രാഫ്റ്റിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് റേറ്റ് പെർ സർവീസ് നമുക്ക് കിട്ടും. പിന്നെയുള്ളത് നമുക്ക് ഫ്ലക്ച്വേഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് അറിയണം. അതായത് ചില സീസൺസിൽ നമുക്ക് മാക്സിമം വാട്ടർ അവൈലബിലിറ്റി ഉണ്ടാവും. അതായത് മഴക്കാലമൊക്കെ വരുമ്പോൾ നമുക്ക് വെള്ളം കൂടുതലായിട്ട് അവൈലബിൾ ആയിരിക്കും. പക്ഷെ വേനൽക്കാലം വരുമ്പം
നല്ല സമ്മർ സീസൺ ആയി കഴിയുമ്പം ഈ റിസർവോയറിലുള്ള വെള്ളമായി കഴിഞ്ഞാലും സർഫസ് ഓർ സബ് സർഫസ് സോഴ്സസ് ആയി കഴിഞ്ഞാലും വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് മിനിമം വാട്ടർ ലെവൽ എത്രയാണെന്നുള്ളത് അറിയണം, മാക്സിമം വാട്ടർ ലെവൽ എത്രയാണെന്നുള്ളത് അറിയണം. അതേപോലെ ഒരു കമ്മ്യൂണിറ്റിക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് സീസണൽ വേരിയേഷൻസ് ഉണ്ടാവും. നല്ല തണുപ്പ് വരുന്ന സമയത്ത് ആൾക്കാർ കുളിക്കാനൊക്കെ മടിക്കും. അപ്പൊ കുളിക്കാനൊക്കെ മടിക്കുന്ന സമയത്ത് വാട്ടർ റിക്വയർമെന്റ് എന്താവും, കുറയും. അപ്പം നല്ല പോലെ സമ്മറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ശരിക്കും കൂടുതൽ കുളിക്കാനൊക്കെ തോന്നും. അപ്പൊ നമുക്ക് എന്തായിരിക്കും, വാട്ടറിന്റെ റിക്വയർമെന്റ് കൂടും. അപ്പൊ അങ്ങനെ സീസണൽ വേരിയേഷൻസ് ഉണ്ട്, ആൾക്കാരുടെ കമ്മ്യൂണിറ്റി ബേസ്, അതായത് എക്കണോമിക്കൽ ബേസിസിലുള്ള വേരിയേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഫ്ലക്ച്വേഷൻസ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെയുള്ളത് നമുക്ക് എങ്ങനെയൊക്കെയുള്ള വാട്ടർ ഡിമാൻഡ്സിന്റെ ടൈപ്സ് അറിയണം. ഇപ്പൊ വാട്ടർ ഡിമാൻഡിന്റെ ടൈപ്പ് എന്തിനാണ് അറിയുന്നത്? അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ, ഇപ്പൊ പക്ക റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് ആ ഡൊമസ്റ്റിക് ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്ന വാട്ടർ സപ്ലൈ മാത്രമേ അവിടെ ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. അതായത് ഒരു സിറ്റി എടുത്തു, ആ സിറ്റിയിൽ ഇൻഡസ്ട്രീസ് ഒന്നും ഇല്ല എന്നുള്ളതാണെങ്കിൽ നമ്മൾ ആ ഇൻഡസ്ട്രി കഴിഞ്ഞിട്ടുള്ള ബാക്കി വാട്ടർ ഡിമാൻഡ് മാത്രമേ അവിടെ മീറ്റ് ചെയ്യേണ്ടുള്ളൂ. അപ്പൊ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തറിയണം, വാട്ടർ ഡിമാൻഡ് എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളത് അറിയണം. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ്. അതായത് ഒരു വീട്ടില് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ്. അത് സാധാരണ വരുന്നത് രണ്ട് ടൈപ്പിലാണ് നമ്മൾ എടുക്കുക. അതായത് എക്കണോമിക്കലി നോർമൽ ആയിട്ടുള്ള ആൾക്കാരും ഹൈലി എക്കണോമിക്കലി മുന്നോട്ടുള്ള ആൾക്കാരും, അതായത് നല്ല റിച്ച് ആയിട്ടുള്ള നമ്മളെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഒക്കെ വരുമ്പം നമ്മളെ വാട്ടർ ഡിമാൻഡ് നല്ല പോലെ കൂടും. അപ്പൊ നോർമലി ഇന്ത്യയില് നമ്മൾ എടുക്കുന്നത് 200 ലിറ്റേഴ്സ് പെർ ഹെഡ് പെർ ഡേ ആണ് നമ്മുടെ വാട്ടർ ഡിമാൻഡ് ആസ് പെർ IS കോഡ് നമ്മൾ എടുക്കുന്നത്. ഈ 200 ലിറ്റേഴ്സ് പെർ ഹെഡ് പെർ ഡേ എന്ന് പറയുന്നത് നമ്മൾ നോർമലി നല്ല എക്കണോമിക്കലി ഫോർവേഡ് ആയിട്ടുള്ള സിറ്റീസിൽ ഉപയോഗിക്കുന്ന വാട്ടർ ഡിമാൻഡ് ആണ്. ഇനി എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള, പിന്നെ നമ്മള് അധികം ആക്ടിവിറ്റീസ് ഒന്നും നടക്കാത്ത ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു നോർമൽ പഞ്ചായത്ത് പോലെയുള്ള സ്ഥലങ്ങളാവുമ്പോൾ നമ്മൾ എടുക്കുന്ന വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത് 135 ലിറ്റേഴ്സ് പെർ ഡേ പെർ ഹെഡ് ആണ്. അപ്പം എന്തുകൊണ്ട് ഈ വേരിയേഷൻസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് സാധാരണ ഒരു സിറ്റീസിലാവുമ്പോൾ നമുക്ക് സ്ട്രീറ്റ് ക്ലീനിങ് വരും, അതേപോലെ ഫൗണ്ടെയിൻസ്, കുറെ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് വരുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും, കോമൺ ആയിട്ടുള്ള കുറെ കമേഴ്ഷ്യൽ പ്ലേസസ് ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ വരുന്ന വാട്ടർ ഡിമാൻഡ് വളരെയധികം കൂടുതലായിരിക്കും. അതേപോലെ നമ്മൾ ഇപ്പം എക്കണോമിക്കലി ഫോർവേഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പം നമ്മൾ ബാത്ത് ടബ്സ് ഉപയോഗിക്കും, ക്ലെൻലിനെസ്സിന് കൂടുതലായിട്ട് വെള്ളം ചിലവാക്കും, ഗാർഡനിങ്ങിന് കൂടുതലായിട്ട് വെള്ളം ചിലവാക്കും. അങ്ങനെയുള്ളത് കൊണ്ടാണ് അവിടെ താമസിക്കുന്ന എന്ന് പറയുന്നത് 200 ലിറ്റേഴ്സ് പെർ ഡേ പെർ ഹെഡ് ആയിട്ട് എടുക്കുന്നത്. അപ്പം എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ട് വരുമ്പം ഈ പറയുന്ന ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല, നോർമൽ ഹൗസ് ഹോൾഡ് യൂസസ് മാത്രമേ അവിടെ വരുള്ളൂ, ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഒന്നും അതിന്റെ അടുത്തൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത് 135 ലിറ്റേഴ്സ് പെർ ഹെഡ് പെർ ഡേ ആയിരിക്കും. അപ്പൊ ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഡിസൈനില് നമ്മൾ ക്വാണ്ടിറ്റി കൊടുക്കുന്നത്. അത് ഈ ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സിറ്റിന്റെ വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വരുന്ന ടോട്ടൽ വോളിയത്തിന്റെ 50 to 60% വരുന്നത് ഡൊമസ്റ്റിക് ഡിമാൻഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത് വരുന്നത് ഇൻഡസ്ട്രിയൽ വാട്ടർ ഡിമാൻഡ് ആണ്. ഇൻഡസ്ട്രിയൽ വാട്ടർ ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ബെൽറ്റ് ആണെങ്കിൽ, അതായത് ഹെവി ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഏരിയാസ് ആണെങ്കിൽ അവിടെ വരുന്ന വാട്ടർ ഡിമാൻഡ് വളരെയധികം കൂടുതലായിരിക്കും. അല്ലാണ്ട് സ്കാറ്റേർഡ് ആയിട്ട് വളരെ ചെറുകിട വ്യവസായങ്ങൾ മാത്രം നടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ വാട്ടർ ഡിമാൻഡ് കുറവായിരിക്കും.
അങ്ങനെയുള്ള സ്ഥലത്ത് വരുന്ന ഈ ചെറുകിട വ്യവസായങ്ങൾ മാത്രം വരുന്ന നോർമൽ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ മാത്രം വരുന്ന ഒരു സിറ്റി അല്ലെങ്കിൽ ഏരിയ ആണെങ്കിൽ അവിടെ വരുന്ന വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത് 50 ലിറ്റേഴ്സ് പെർ ഹെഡ് പെർ ഡേ ആണ്. ഹെവി ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ നമുക്ക് അവിടെ 450 ലിറ്റേഴ്സ് പെർ ഹെഡ് പെർ ഡേ ആയിരിക്കും അതിന്റെ വാട്ടർ ഡിമാൻഡ് വരുന്നത്. അപ്പോൾ ഏതാണോ നമ്മളുടെ സോൺ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന ഹെഡ് ഇൻഡസ്ട്രിയൽ വാട്ടർ ഡിമാൻഡ് നമ്മൾ ടോട്ടൽ വോളിയത്തിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതാണ് സെക്കൻഡ് വാട്ടർ ഡിമാൻഡ്. മൂന്നാമത്തെ വാട്ടർ ഡിമാൻഡ് അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് കമേഴ്ഷ്യൽ ഡിമാൻഡ് ആണ്. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്? നമ്മള് സ്കൂൾസ്, കോളേജസ്, ഓഫീസസ് ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടാണ്ട് കമേഴ്ഷ്യൽ പ്ലേസസ് ഉണ്ടാവും, കമേഴ്ഷ്യൽ ഷോപ്പിംഗ് മോൾസ് പോലെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. അപ്പം അവിടെയുള്ള വാട്ടർ ഡിമാൻഡ് ആണ് ഈ പറയുന്ന ഹെഡിനകത്തേക്ക് വരുന്നത്. ജനറലി നമ്മൾ എടുക്കുന്നത് എത്രയാന്ന് വെച്ചാൽ 20 ലിറ്റേഴ്സ് പെർ ഹെഡ് പെർ ഡേ ആണ്. അപ്പം ഭയങ്കരമായിട്ട് കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി ആണെങ്കിൽ നമുക്കിപ്പോ ലാസ് വേഗസ് അല്ലെങ്കിൽ അതേപോലെ ഷോപ്പിംഗ് സെന്റേഴ്സ്, ഷോപ്പിംഗ് മാത്രം നടക്കുന്ന ഒരു സിറ്റി ആണെങ്കിൽ അവിടെയുള്ള ഡിമാൻഡ് കൂടുതലായിരിക്കും. കാരണം കൂടുതൽ ആൾക്കാർ ആ സ്ഥലത്തേക്ക് വരികയും അവിടെയുള്ള എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുകയും കൂടുതലായിട്ട് വാട്ടർ ഡിമാൻഡ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 50 ലിറ്റേഴ്സ് പെർ ഹെഡ് പെർ ഡേ ആണ് വാട്ടർ ഡിമാൻഡ് വരുന്നത്. അപ്പം ഇത് എന്തിനാണ് ഓരോന്നിനും സെപ്പറേറ്റ് പറയുന്നതെന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് ഡിമാൻഡിന് നമുക്കിപ്പം 200 ലിറ്റേഴ്സ് പെർ ഹെഡ് പെർ ഡേ വന്നു. അടുത്ത വരുന്നത് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് പ്ലസ് 50 കൊടുത്തു, പ്ലസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിമാൻഡിന്റെ 20 or 50 ഇങ്ങനെ ആഡ് ചെയ്തിട്ടാണ് പോകുക. ഇനി നാലാമത്തെ വാട്ടർ ഡിമാൻഡ് വരുന്നത് പബ്ലിക് യൂസസ് ആണ്. പബ്ലിക് യൂസസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പബ്ലിക് പ്ലേസസ് ഉണ്ടാവും. അതായത് നിങ്ങളിപ്പം സ്ട്രീറ്റ് ക്ലീനിങ്, പിന്നെ അതേപോലെ നമ്മൾ കോമൺ റിക്രിയേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗാർഡൻ സ്പേസസ്, അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള വാട്ടറിങ്, റോഡിന്റെ നടുക്ക് നമ്മൾ പിന്നെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിനകത്ത് വരുന്ന വാട്ടറിങ്, ഇതൊക്കെ വരുന്നത് പബ്ലിക് യൂസസിലാണ്. അപ്പൊ ഈ പബ്ലിക് യൂസസിൽ വരുന്ന വാട്ടർ ഡിമാൻഡ് എങ്ങനെയാണ് നമ്മൾ എടുക്കാന്ന് വെച്ചാൽ ടോട്ടൽ കൺസംഷന്റെ, അതായത് ടോട്ടൽ ആയിട്ട് എല്ലാം കൂടി വരുന്ന കൺസംഷന്റെ 5% ആണ് നോർമലി എടുക്കുക. നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുമ്പം അത് യൂഷ്വലി 10 ലിറ്റേഴ്സ് പെർ ഹെഡ് പെർ ഡേ ആയിട്ടാണ് വരിക. ഇനിയുള്ളത് എന്ന് വെച്ചാൽ അഞ്ചാമത്തെ ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ വാട്ടർ റിക്വയർഡ് ടു കോമ്പൻസേറ്റ് ലോസസ് ഇൻ വേസ്റ്റ് ആൻഡ് തെഫ്റ്റ്സ്. അതായത് നമ്മളിപ്പോ ഒരു വാട്ടർ സപ്ലൈ സ്കീം, സപ്പോസ് നിങ്ങൾക്ക് പിന്നെ കണ്ണൂരിലുള്ള വാട്ടർ സപ്ലൈ സ്കീം അറിയാലോ. കണ്ണൂരിലുള്ള വാട്ടർ സപ്ലൈ സ്കീം എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ അഞ്ചരക്കണ്ടി പുഴയുടെ വാട്ടർ സപ്ലൈ സ്കീമാണ് കണ്ണൂർ സിറ്റിയിൽ കംപ്ലീറ്റ് വരുന്നത്. അവിടുന്ന് കീഴല്ലൂരിന്ന് നടക്കുന്ന വാട്ടർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വെള്ളം എവിടത്തേക്ക് സപ്ലൈ ചെയ്യുന്നു? കണ്ണൂരേക്ക് സപ്ലൈ ചെയ്യുന്നു. അവിടെ ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ വഴി എല്ലാ സർവീസിലേക്കും വെള്ളം പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന വെള്ളം ഇവിടത്തേക്ക് എത്തുന്നത് എങ്ങനെയാണ്? പൈപ്പ് വഴിയാണ് കണ്ണൂരിലുള്ള ആ ടാങ്കിലേക്ക് എത്തുന്നത്. അപ്പം ഈ പോകുന്ന വഴിക്ക് നമുക്ക് എന്ത് ചെയ്യും? ഈ പൈപ്പ് പൊട്ടാം, അല്ലെ? ജോയിന്റ്സ് വെച്ചിട്ടുള്ള പൈപ്പാണല്ലോ. അപ്പൊ ഈ ജോയിന്റ്സിന് എന്തുണ്ടാവാം? പൊട്ടലുകൾ ഉണ്ടാവും. പൊട്ടുണ്ടാവുമ്പോൾ എന്തുണ്ടാവും? അതുവഴി വെള്ളം പുറത്തേക്ക് ലീക്ക് ചെയ്തിട്ട് പോകും. അപ്പൊ ലീക്കേജസ് നമുക്ക് വരും. ചില ആൾക്കാർ പർപ്പസ്ഫുള്ളി എന്ത് ചെയ്യും? ഈ അവിടെ ലീക്ക് ഉണ്ടാക്കിയിട്ട് വെള്ളം അവർ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് അവിടുന്ന് എടുത്തിട്ട് കൊണ്ടുപോകും. അതാണ് തെഫ്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ മീറ്ററിനകത്ത് ചില തരികിട പരിപാടികളൊക്കെ ചെയ്തിട്ട് നമ്മൾ വെള്ളം അൺമീറ്റേഡ് ആയിട്ട് അവർ ടാപ്പ് ചെയ്യും. അപ്പൊ അതും എന്താണ് വരിക? ഈ 5th കാറ്റഗറിയിലാണ് വരിക. അതായത് ടോട്ടൽ നമ്മളെ കൺസംഷന്റെ 15%ഓളം ഈ വഴി കൂടെ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് കണക്ക്. അപ്പൊ ഈ 15%ഉം കൂടെ നമ്മൾ വാട്ടർ ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്യും.
എന്നാലും മാത്രമേ നമ്മൾ വാട്ടർ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന റിക്വയർമെന്റ് മാത്രം നോക്കിയിട്ട് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 15% നഷ്ടമാവുന്നത് കൊണ്ട് നമ്മള് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ഈ 15%ഉം കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് വാട്ടർ ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അടുത്തുള്ളത് ഫയർ ഫൈറ്റിംഗ് ഡിമാൻഡ് ആണ്. എവിടെ ഫയർ ഫൈറ്റിംഗ് ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് എന്ത് വേണം? വെള്ളത്തിന്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. വാട്ടർ ബോഡീസ് അടുത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മള് നാട് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കിണറുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ റിവേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവും വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടായി ആണെങ്കിൽ. പക്ഷെ സിറ്റി പോലെയുള്ള സ്ഥലത്ത് നമുക്ക് എന്തുണ്ടാവില്ല? ഇതേപോലെയുള്ള വാട്ടർ ബോഡീസ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് ഫയറിന് വേണ്ടിയിട്ടുള്ള ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള വാട്ടർ ഡിമാൻഡ് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻ കേസ് ഒരു വാട്ടർ ഡിമാൻഡ്, അതായത് ഫയർ ഫൈറ്റിംഗ് ഡിമാൻഡ് വന്നിട്ടാകുമ്പോൾ നമുക്കതിന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പൊ ഫയർ ഫൈറ്റിംഗ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളത് 3 സെക്ഷൻ ആണ്. അതായത് കുറെ ടൈപ്പ് ഇക്വേഷൻസ് നമ്മൾ ഓരോ സിറ്റുവേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് അമേരിക്കൻ ഇൻഷുറൻസ് അസോസിയേഷൻ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് കുച്ച്ലിങ്സ് ഫോർമുല, പിന്നെ ഫ്രീമാൻസ് ഫോർമുല, മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റ് മാനുവൽ ഫോർമുല. ഈ 4 ഫോർമുലയാണ് നമുക്കുള്ളത്. അത് 3 കാറ്റഗറി ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഇക്വേഷൻസ് ഏത് സമയത്ത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് യൂസ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പം ഒരു 50,000 മേലെയാണ് പോപ്പുലേഷൻ എങ്കിൽ നിങ്ങൾ ഈ ലാസ്റ്റിലത്തെ മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റ് ഫോർമുല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ 50,000 മേലെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 100√P വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് ഓരോ ഫോർമുലയും അതിന്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്വാണ്ടിറ്റി വാട്ടർ ഡിമാൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അത് നമ്മളുടെ ടോട്ടൽ ആനുവൽ വോളിയത്തിന്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് ഇതിന്റെ വാട്ടർ ഡിമാൻഡ് വരുന്നത്. അപ്പം വാട്ടർ ഡിമാൻഡിനകത്ത് വരുന്ന 6 കാറ്റഗറി, ഈ 6 കാറ്റഗറിയിലുള്ള വാട്ടർ ഡിമാൻഡ്സും കൂടെ ആഡ് ചെയ്തിട്ട് ആണ് നമ്മൾ ടോട്ടൽ വാട്ടർ ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് പെർ ക്യാപിറ്റ ഡിമാൻഡ് എന്ന് പറയുന്നത് വെറും ഡൊമസ്റ്റിക് ഡിമാൻഡ് മാത്രമല്ല, അതിനകത്ത് ഇൻഡസ്ട്രി വരും, നമുക്ക് കമേഴ്ഷ്യൽ വരും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരും, പബ്ലിക് യൂസസ് വരും, തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ് വരും, ഫയർ ഫൈറ്റിംഗ് വരും. അപ്പൊ ഇതിലൊക്കെ പെർ ഹെഡ് എത്ര വാട്ടർ ഡിമാൻഡ് വരും അത് നമ്മൾ നോക്കിയിട്ട് അത് ടോട്ടൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുന്നത്. നോർമൽ നമ്മൾ ഇതിന്റെ ടോട്ടൽ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം.